പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളിച്ചുപാട്ടാണ്. ദൈവനിദ്രയിലായിരുന്ന നമ്മെ ഈ പ്രഭാതത്തിൽ വീണ്ടും വിളിച്ചുണർത്തി ഒരു പുതിയ ദിനത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ ക്ഷണിക്കുന്ന, വിളിക്കുന്ന മനോഹര നിമിഷങ്ങളാണ് ഈ പ്രഭാതത്തിൻ്റെ നിമിഷങ്ങൾ. ദൈവത്തിൻ്റെ അളവറ്റ അതിരറ്റ സ്നേഹത്തെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെല്ലാം പ്രാർത്ഥനയാൽ നിറയ്ക്കാം. ദൈവത്തോടുള്ള നമ്മുടെ കൃതജ്ഞത സ്വർഗത്തിലേക്ക്, നല്ലവനായ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി, അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്നത്. ഈ പ്രഭാതത്തിൽ ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്നു വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങൾ അമ്മയുടെ മുമ്പിൽ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. രാപകൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് പരമേൽപ്പിക്കാം. നമുക്കൊന്ന് ചേർന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ചിന്തകളെല്ലാം പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുക്കാം. ഒരുക്കപ്പെട്ട പാകപ്പെട്ട ഹൃദയ നിലങ്ങളിൽ ദൈവത്തിൻ്റെ വചനവിത്തുകൾ വിതയ്ക്കപ്പെടുമ്പോഴാണ് ആ വചനവിത്തുകൾക്ക് വളർന്ന് ഉയരുവാനും ഫലം നൽകുവാനും ഒക്കെ ഇടയായിത്തീരുക. നമ്മുടെ ഹൃദയ നിലങ്ങളെ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ ചിന്ത, ബുദ്ധി, മനസ്സ് ഇവയിലേക്കെല്ലാം നീ കടന്നു വന്ന് നിറയണമേ. ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാനും ആ വചനങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ, ഒരു ജീവിത പങ്കാളി ലഭിക്കാതെ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വേദനയിലും പ്രാർത്ഥനയിലായിരിക്കുന്ന അനേകം യുവതി യുവാക്കന്മാരെ നമുക്ക് സമർപ്പിക്കാം.
അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതി നിറവേറുവാൻ ദൈവമേ അവിടുന്ന് ഏറ്റെടുത്ത് കൃപ ചൊരിയണമേ എന്ന് ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിന് 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ഈ വചനങ്ങൾക്ക് ശേഷം ഏകദേശം 8 ദിവസം കഴിഞ്ഞ് അവൻ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം തിളങ്ങുന്ന വെണ്മയാർന്നു. അവർ 2 പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവൻ്റെ പുറപ്പാടിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. പത്രോസും കൂടെയുള്ളവരും നിദ്രാവിവശരായിരുന്നു. അവർ ഉണർന്നപ്പോൾ അവൻ്റെ മഹത്വം ദർശിച്ചു അവനോടുകൂടെ നിൽക്കുന്ന ഇരുവരെയും കണ്ടു. അവർ അവനെ വിട്ടുപോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കും നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവനെ ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. താബോർ മലയിൽ ഈശോ പ്രാർത്ഥന നിരതനായി പിതാവിൻ്റെ ഒപ്പമായിരിക്കുന്ന വേളയിലാണ് അവൻ രൂപാന്തരപ്പെടുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ മഹത്വം ആ പുത്രനിലേക്ക് പിതാവായ ദൈവം അയച്ചു നൽകുന്ന അനുഗ്രഹ നിമിഷങ്ങളാണ് പ്രിയ ശിഷ്യന്മാർക്ക് ദർശിക്കാനിടവരുന്നത്. ഇത് കണ്ട പത്രോസാണ് ഈശോയോട് പറയുക, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് 3 കൂടാരങ്ങളുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. വചനം പറയുകയാണ്, അവൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. ഈശോ അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ആര് കടന്നു വന്നാലും അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, നമുക്കിവിടെ തന്നെ ആയിരിക്കാം. പലപ്പോഴും ധ്യാനങ്ങൾ കഴിയുമ്പോൾ ധ്യാനത്തിൽ സംബന്ധിക്കുന്നവർക്ക് തോന്നും, ഈ ധ്യാന കേന്ദ്രത്തിൽ എപ്പോഴും ആയിരിക്കുന്നത് എത്ര നല്ലതാണ്, വീട്ടിൽ പോയില്ലേലും കുഴപ്പമില്ല, ഇവിടെ ആയിരിക്കാം എന്ന് കരുതുന്നവരും എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവുമായുള്ള ഐക്യപ്പെടുത്തുന്ന പ്രാർത്ഥന എന്ന ഈ മഹനീയമായ പ്രവൃത്തി ഒരു വ്യക്തി അർത്ഥപൂർണമായി നിറവേറ്റുമ്പോൾ ദൈവം തൻ്റെ സാമീപ്യവും തൻ്റെ സാന്നിധ്യവും തൻ്റെ മഹത്വവും എല്ലാം പ്രാർത്ഥനയിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയമുള്ളവർ, ഇത് നമ്മൾ എപ്പോഴും അവിടെ ആയിരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പ്രാർത്ഥനയിൽ നിന്ന് കൃപയെ, ശക്തി, അഭിഷേകത്തെ പ്രാപിച്ച് നമ്മൾ മലമുകളിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. അനുദിന ജീവിതത്തിൻ്റെ താഴ്വര അനുഭവങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, കൃപയാൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞതിനെ കർത്താവ് നിരാകരിക്കുക. കർത്താവെ, നമ്മളിവിടെ ആയിരിക്കും നല്ലതാണ്, നമുക്ക് 3 കൂടാരങ്ങളുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. പക്ഷേ ഈശോ അതിന് തടസ്സം പറയുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എപ്പോഴും നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഉള്ളൊരു പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തും. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം
ഞാൻ പ്രാർത്ഥന അതെങ്ങനെയായിരിക്കണമോ അപ്രകാരം ഒരു പ്രാർത്ഥനയിലേക്ക് ഞാൻ ഇനിയും വന്നിട്ടില്ല എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് തിരുവചനത്തിൽ തൻ്റെ മക്കളായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ സഹോദരനോട് ക്ഷമിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ഒരു അനുഭവം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ സ്വയം ചോദിക്കാനും കണ്ടെത്താനും തയ്യാറാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരോടെങ്കിലുമൊക്കെ വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയും ഒക്കെ പുലർത്തിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ നീക്കം ചെയ്യേണ്ട തിന്മകൾ, പാപങ്ങൾ ഇനിയും ഉണ്ടോ? ഞാൻ അനുഭവിക്കാത്ത പാപങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, അനുതാപരഹിതമായൊരു ഹൃദയത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരിക്കലും പ്രാർത്ഥന ഫലവത്താവില്ല. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാവില്ല. ചുങ്കക്കാരൻ്റെ ഫരിസേൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ച് തൻ്റെ അയോഗ്യതകളെ, തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ദൈവമേ, ഞാൻ പാപിയാണ്, എൻ്റെ കരുണയായിരിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ദൈവം തൻ്റെ കരുണയുടെ കവാടം ആ ചുങ്കക്കാരന് തുറന്നു കൊടുത്തു. എന്നാൽ ഒരു ഫരിസേയൻ അവൻ്റെ തൊട്ടിപ്പുറത്ത് വന്ന് അതേ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ തന്നെ നീതീകരിച്ചും ന്യായീകരിച്ചും തന്നെ ഉയർത്തിയും പറഞ്ഞാണ് അവൻ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ എല്ലാറ്റിൻ്റെ ദശാംശം കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് വീമ്പിളക്കും പോലെ ആ ഫരിസേയൻ പ്രാർത്ഥിച്ചു. ഈ ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ ഭവനത്തിലേക്ക് മടങ്ങി. കാരണം അവൻ അനുതാപമുള്ളൊരു ഹൃദയത്തോടെ തൻ്റെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞാണ് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയഭാവം അതെന്തായിരിക്കണമെന്ന് ഈശോ ഈ ചുങ്കക്കാരനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരാ നമ്മൾ അയോഗ്യരാണെന്നും പാപികളാണെന്നും ബലഹീനരാണെന്നുള്ള ആ പരമ സത്യത്തെ, യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ. ഏതൊരു പ്രാർത്ഥനയ്ക്കും മുന്നോടിയായി നമ്മുടെ ഹൃദയത്തിൽ ദൈവവുമായി നമ്മെ അകറ്റുന്ന, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ഒരുപാട് ശിഥിലമാക്കുന്ന, ദുർബലമാക്കുന്ന നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാൻ. പ്രിയമുള്ളവരെ, മനോഹരമായി ഈ സത്യം വിശ്വാസികളെ നമ്മെ പഠിപ്പിക്കുന്ന കുർബാനക്രമം അത് ലത്തീൻ കുർബാനക്രമമാണ്. ലത്തീൻ കുർബാനക്രമത്തിൽ ദിവ്യബലിക്ക് മുന്നൊരുക്കമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പാപക്ഷമ യാചിച്ചുകൊണ്ട് വിശ്വാസികൾ ഒന്നടങ്കമായി പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. പ്രിയമുള്ളവരെ, അതിൻ്റെയൊക്കെ കാതൽ ഇതാണ്. നമ്മളൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ വേണം നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ ഒരുക്കാൻ. അനുതാപം നമ്മുടെ ഹൃദയത്തെ ദൈവകൃപകളെ സ്വീകരിക്കാൻ ഒരുക്കുന്ന മഹനീയമായൊരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ഒരുപാട് മക്കൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അനുതാപമില്ലാതെ നമ്മുടെ ജീവിതത്തെ നോക്കുന്ന, കാണുന്ന വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയിൽ കടന്നു വരുമ്പോൾ ആ ദൈവത്തെ അത്ര കൊണ്ട് അസ്വസ്ഥമാക്കുന്ന, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഓർത്ത് ഞാൻ അനുതപിക്കാതെ ഞാനതിനെ അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എത്രമാത്രം ദുഃഖിതനാകും, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എത്ര കണ്ട് അസ്വസ്ഥമാകും. ഈ വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അനുരഞ്ജനത്തിൽ നിന്നുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തിയിരിക്കും, ഒരു സംശയമില്ല. അസീർ മലബാർ ക്രമത്തിലെ കുർബാനക്രമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. ഈ വചനത്തോട്, ദൈവതിരിഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ ദിവ്യബലി ആരംഭിക്കുന്നത് അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗാനത്തോട് ചേർന്നാണ്. പുരോഹിതൻ, ദിവ്യബലി അർപ്പിക്കുന്ന പുരോഹിതൻ ഈ ഗാനത്തിന് 4 വരികൾ പാടുമ്പോൾ ദൈവജനം അതിന് മറുപടി പാടും. എന്താണ് പാടുക? അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെ അണച്ചിടാം. അപ്പോൾ പ്രിയമുള്ളവരെ, ആ കുർബാനയ്ക്ക് പ്രവേശിക്കുന്നതിനൊരു മുന്നൊരുക്കമായി നമ്മൾ പാടിയൊരുങ്ങുകയാണ്. അനുരഞ്ജിതരായി തീർന്നിടാം. ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെട്ടു വേണം തമ്പുരാന് നമ്മൾ ബലികൾ അർപ്പിക്കാൻ. ദൈവത്തിന് മുമ്പിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്താൻ ഈ അനുരഞ്ജനം സാധിക്കാതെ പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിച്ചാലോ ബലിയർപ്പിച്ചാലോ അത് തമ്പുരാൻ്റെ സന്നിധിയിൽ തിരസ്കൃതമാകും എന്നതാണ് യഥാർത്ഥമായ വചനസത്യം.
അതുകൊണ്ട് ഇതിനെ നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇതിനെ യഥാവിധി അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ഒരുക്കി നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന തീർച്ചയായും നമ്മെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥന ആരംഭിക്കുന്ന നമ്മളായിരിക്കില്ല, പ്രാർത്ഥന മുഴുമിപ്പിക്കുന്ന നമ്മൾ. നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ വരുത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് നമ്മെ രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്ന് യേശുവിൻ്റെ രൂപാന്തരീകരണ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിത വഴികളിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകളിലും മനോഭാവങ്ങളിലും മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നാം വലിയൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ നമുക്കാകണം. ദൈവം എൻ്റെ ജീവിതത്തിൽ കാണുന്ന കുറവുകൾ എന്താണ്? ആ കുറവുകളെ പരിഹരിക്കുന്നിടത്താണ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അറ്റുപോയ ബന്ധത്തെ വീണ്ടും വിളക്കി ചേർക്കാൻ, പുനരുദ്ധരിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതൊരു വലിയൊരു ആത്മീയ ഉൾക്കാഴ്ചയാണ്. ഈ ഉൾക്കാഴ്ചയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥനയിലേക്ക് ദൈവത്തെ സമീപിക്കാൻ. ദൈവത്തിൽ നിന്നകന്ന്, ദൈവത്തെ പാപം മൂലം വേദനിപ്പിച്ച്, ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയ ഒരവസ്ഥയിൽ ഞാൻ ഓടി വന്ന് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതിയാൽ, കൃപയെ പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈശോ തന്നെ നമ്മോട് പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നോർക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ അവനോട് ക്ഷമിച്ച് നീ പ്രാർത്ഥിക്കുക. നീ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ ബലിയർപ്പണം ഇതെല്ലാം സ്വീകാര്യമായി തീരുക. അങ്ങനെ ദൈവ ഐക്യത്തിലും സഹോദരങ്ങളുമായുള്ള അനുരഞ്ജനത്തിലും നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ അളവില്ലാത്ത കരുണയും കൃപയും നമ്മിലേക്ക് അനസ്യൂതമായി പ്രവഹിക്കാനിടവരും. ആ ദൈവത്തിൻ്റെ കൃപ നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റുവാൻ നമുക്ക് കഴിയും. നമ്മുടെ മുഖങ്ങൾ സൂര്യനെ പോലെ ശോഭിക്കാൻ ആരംഭിക്കും. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ സംഭവിച്ചതാണ്, കർത്താവെ, അങ്ങ് പ്രാർത്ഥന രൂപാന്തരപ്പെട്ടതുപോലെ എൻ്റെയും ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന രൂപാന്തരപ്പെടുവാനുള്ളൊരു കൃപ തമ്പുരാൻ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രത്യേകമായി ഈശോയോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഞങ്ങൾ നേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ലവനായ കർത്താവേ, ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ ഞങ്ങളെയും ഇപ്പോൾ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന പ്രാർത്ഥനിച്ചും വചനം കേട്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെയും രോഗങ്ങളാൽ ദുഃഖത്താൽ വലയുന്ന എല്ലാവരെയും കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ദൈവമേ, ഈ ലോകത്തെ ഏറെ അനുകമ്പയോടെയാണ്, കരുണയോടെയാണ് നീ നോക്കുന്നത്, കാണുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നല്ല തമ്പുരാനെ, ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് പ്രത്യേകം ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവിടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ, ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളിന്ന് പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയും കർത്താവെ പ്രത്യേകം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും പ്രാർത്ഥനയിൽ നിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകം ഞങ്ങൾ പരമേൽപ്പിച്ച് നൽകുകയാണ്. എല്ലാവരിലേക്കും നിൻ്റെ കരുണയും കൃപയും അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളാൽ ആശുപത്രികളിൽ, ഭവനങ്ങളിലായിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഈശോയെ, നിൻ്റെ സൗഖ്യകരങ്ങൾ അവരുടെ ജീവിതങ്ങളിലേക്ക് നീ നീട്ടി നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിൽ ക്ലേശിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, വ്യക്തികളുണ്ട്. ഈശോയെ, അവരുടെ കടബാധ്യതകളിലേക്ക് നിൻ്റെ കരുണയൊഴുക്കണമേ എന്ന് പ്രത്യേകം ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാതെ വേദനയിലും ഏകാന്തതയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നല്ല ദൈവമേ, അവർക്ക് അനുയോജ്യരായ പങ്കാളികളെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ദൈവമേ, അതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന, വേദനിച്ച് കഴിയുന്ന ദമ്പതിമാരുണ്ട്. നല്ല ദൈവമേ, അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തമ്പുരാനെ,
വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥമായ ഒരുപാട് ദമ്പതിമാരുണ്ട്. ഈശോയെ, അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണയൊഴുക്കി സ്നേഹത്തിൽ നവമായ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ഈശോ അവർക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങൾ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, ജീവിത പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളിൽ ഒക്കെ വലയുന്ന ഒരുപാട് മക്കളുണ്ട്. നല്ല കർത്താവെ, അവരെല്ലാവരെയും നിൻ്റെ സ്നേഹകരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും അവിടുത്തെ മാലാഖമാരുടെ, ദൂതന്മാരുടെയും സംരക്ഷണ സാന്നിധ്യ സഹവാസം നൽകണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരെ പ്രത്യേകം ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവരുടെ മധ്യസ്ഥ സഹായം ജീവിതത്തിൽ പ്രത്യേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണബോധനായ വിശുദ്ധരെ ഞങ്ങൾ ഓർക്കുന്നു. ആ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ യാത്രകളിലും ജീവിത വഴികളിലും അവിടുത്തെ ദൂതന്മാരുടെയും മാലാഖമാരുടെയും പ്രത്യേക സംരക്ഷണവും സാന്നിധ്യം അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യേകമാവിധം കൽപ്പിച്ച് നൽകണമേ. സ്വർഗ്ഗം മുഴുവൻ്റെയും സംരക്ഷണം, സഹായവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും ഞങ്ങൾക്ക് പ്രത്യേകമാവിധം അവിടുന്ന് കൽപ്പിച്ച് നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഭതൻ പ്രഭ ചൊരിയും മാണിക്യമേ, പുത്തൻ ചിറയിൽ വിരിഞ്ഞ പൊൻതാരമേ. തിരുസഭതൻ പ്രഭ ചൊരിയും മാണിക്യമേ, പുത്തൻ ചിറയിൽ വിരിഞ്ഞ പൊൻതാരമേ. കേരള മണ്ണിലെ വരദാനമേ, കർത്താവിൻ പ്രിയമുള്ളൊരു മണവാട്ടി. സഹനങ്ങളേറെ നിറയുന്ന നാളിൽ സഹചരോടൊന്നു ചേർന്നു പ്രാർത്ഥിച്ചിടുവാനായി, പതനങ്ങളേറെ പാവങ്ങൾ ഞങ്ങളിൽ പതിവായി പതിക്കാതെ കാത്തിടുവാനായി. സഹനങ്ങളേറെ നിറയുന്ന നാളിൽ സഹചരോടൊന്നു ചേർന്നു പ്രാർത്ഥിച്ചിടുവാനായി, പതനങ്ങളേറെ പാവങ്ങൾ ഞങ്ങളിൽ പതിവായി പതിക്കാതെ കാത്തിടുവാനായി.
ചിറയിൽ വിരിഞ്ഞ പൊൻതാരമേ, തിരുസഭതൻ പ്രഭ ചൊരിയും മാണിക്യമേ, പുത്തൻ ചിറയിൽ വിരിഞ്ഞ പൊൻതാരമേ, കേരള മണ്ണിലെ വരദാനമേ, കർത്താവിൻ പ്രിയമുള്ളൊരു മണവാട്ടി, കേരള മണ്ണിലെ വരദാനമേ, കർത്താവിൻ പ്രിയമുള്ളൊരു മണവാട്ടി. അമ്മേ മറിയം ത്രേസ്യായേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം നിൽക്കും തായേ. അമ്മേ മറിയം ത്രേസ്യായേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം നിൽക്കും തായേ. പാപികളാം ഞങ്ങളെ കാത്തരുളിയിടേണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പാപികളാം ഞങ്ങളെ കാത്തരുളിയിടേണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകാര്യങ്ങളോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. കത്തോലിക്ക തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും കർദ്ദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും എല്ലാ വിശ്വാസികളോടും ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിൻ്റെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെ വേദനകളിൽ പീഡനങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, ദുഃഖദുരിതങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ അനുഗ്രഹകരങ്ങളിലേക്ക്, സ്നേഹകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടവരുത്തുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും വേന പ്രാർത്ഥനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മരിയ കൂടാരങ്ങൾ പ്രേക്ഷിത മക്കൾ രാവും പകലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുണയും കരുതലും വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു സുദിനം നേരുന്നു. ആമേൻ.